രേണുസുധിയും കിച്ചുവും തമ്മിലുള്ള പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം ഇതാണ്. നിങ്ങൾ കണ്ടതും കേട്ടതുമല്ല. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. സുധിച്ചേട്ടൻ എൻ്റെ മകനാണല്ലോ നമ്മുടെ കിച്ചു. ഈ കിച്ചുവിനെ എടുത്തു വളർത്തിയ അമ്മ എന്ന നിലയ്ക്ക് രേണുസുധിയും കിച്ചു നല്ലൊരു ഇതുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ ഈ ഒരു അടുത്ത കാലത്ത് വരെ ഇപ്പം അവർ രണ്ടുപേരും അവരുടെ ഓരോരുത്തരുടെ കാര്യം ഇപ്പം കിച്ചുവിൻ്റെ കുറിച്ച് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു ഒഴിഞ്ഞു മാറുന്നു. മറിച്ച് രേണുവിൻ്റെ കാര്യം കിച്ചുവിനോട് ചോദിക്കുമ്പോൾ കിച്ചു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യും. ഇതിലെ സത്യാവസ്ഥ എന്താണ്? ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു, അല്ല ഇവർ തമ്മിലുള്ള റിലേഷനിലെന്ന് വെച്ചാൽ അമ്മ മകനുള്ള റിലേഷനിൽ രേണു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കിച്ചു എൻ്റെ മൂത്ത മകനാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയായിട്ടാണ് അമ്മയാന്ന് പറഞ്ഞ് കിച്ചുവും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഇടയ്ക്ക് ഇപ്പം കുറച്ച് ദിവസമായി ഇവരുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞതും രേണു ഇവരെ തെറി പറഞ്ഞതും അങ്ങനെ ലൈവ് വന്ന് ചീത്ത വിളിച്ചതൊക്കെ പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? കിച്ചു ഇപ്പോഴും രേണുവിൻ്റെ സ്വന്തം അമ്മയായിട്ട് പിന്നെ അവരുടെ ഓരോ കാര്യങ്ങൾ അതായത് രേണു ഇടുന്ന ഓരോ വീഡിയോസും അല്ല ലൈവും അത് അവർ ചുറ്റിപ്പറ്റി കാട്ടാൻ കൊണ്ട് ഇത് ഫേമസ് ആകാൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ കിച്ചുവിനറിയാം. അപ്പോൾ കിച്ചുവിൻ്റെ ഫ്രണ്ട്സുകൾ അവരുടെ മറ്റുള്ളവർ കാണുന്ന ഒരു ഫ്രണ്ട്സുകൾ പിന്നെ എപ്പോൾ കണ്ടാലും ഓരോരുത്തരുണ്ടല്ലോ അത് ഇളകി കൊടുക്കുന്നത് അവരും ചില യൂട്യൂബർമാരും ഒക്കെ ഓരോ ചൊറിഞ്ഞ വർത്താനം പറയുമ്പോൾ അവർക്കാണെങ്കിലും അവനൊരു ആൺകൊച്ചാണ്. അവന് ഓരോ സോഷ്യൽ മീഡിയയിലൊക്കെ അവന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന ന്യൂസൊക്കെ അവന് മനസ്സുകൊണ്ടൊരു അകൽച്ച വന്നു രേണുവിനോട്. അതിനുശേഷം അവർ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അതൊക്കെ ഉണ്ടായി. ഇപ്പോഴും രേണുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കിച്ചു ഒഴിഞ്ഞു മാറും, കിച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ രേണു ഒഴിഞ്ഞു മാറുവാണ് സത്യമായ കാര്യം. ഇതിലേറ്റവും കൂടുതൽ ഇത് കളിച്ചിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ. സോഷ്യൽ മീഡിയ വേണ്ടാത്ത എല്ലാം വീഡിയോ ഇട്ട് ഈ കിച്ചുവിനോട് ആവശ്യമില്ലാത്തൊക്കെ ചോദിച്ച് പണം അവർ തമ്മിൽ ഇപ്പോഴും ഒരു ചെറിയൊരു ഇതിലേക്ക് മാറിയത്. പിന്നെ രേണുവിൻ്റെ ലൈവിലുള്ള കാട്ടായങ്ങൾ അതൊക്കെ ഏത് മക്കൾക്കും സഹിക്കത്തില്ല. ഇങ്ങനെയുള്ള കാട്ടായങ്ങളൊക്കെ ആണെങ്കിൽ ആർക്കും സഹിക്കത്തില്ല. വേറെ വ്യക്തിക്ക് പോലും ഇങ്ങനെ എന്ത് റീച്ച് ആകാനോ പൈസയ്ക്ക് വേണ്ടി എന്തും ആയിക്കോട്ടെ, പക്ഷെ ഒരു പിള്ളേരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് കൂടുതൽ അകൽച്ച വന്നത്. പിന്നെ സുധിയുടെ മകനാണല്ലോ കിച്ചു എവിടെ ചെന്നാലും ആളുകൾ ആദ്യം ചോദിക്കുന്നത് രേണുവിനെ കുറിച്ചാണ്. നിൻ്റെ അമ്മ എന്നെ അങ്ങനെ, നിൻ്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെയാണല്ലോ കേൾക്കുന്നത്, നിൻ്റെ അമ്മയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോൾ അവനൊരു ആൺകുട്ടിയാണ്. അവൻ ഓരോ മനസ്സിലിങ്ങനെ ഓരോ കയറി അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇത് ചെയ്തപ്പോൾ ഒരു ദിവസം അവർ തമ്മിൽ ഉടക്കി. അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഏറ്റവും കൂടുതൽ ഇവരെ തമ്മിൽ അകറ്റാൻ കാരണം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. പിന്നെ രേണുവിൻ്റെ പെരുമാറ്റവും രേണു ഓരോ കാട്ടായ്മകളും കാട്ടിൽ കൂട്ടും ഇത്ര ഒരു പക്വതയാകാത്ത ഒരു സ്ത്രീയായ പോലെയാണ് എനിക്ക് തോന്നിയത്. ലൈവിലൊക്കെ ഓരോ കാട്ടായങ്ങളെ കാണിക്കുമ്പോൾ ആർക്കാണേലും അത് ഇഷ്ടപ്പെടത്തില്ല. അത് ഏതൊരു വ്യക്തിക്കാണേലും. അപ്പം കിച്ചുവിൻ്റെ കാര്യം പറയണോ? അവർ രേണുവായിട്ട് ഇതായിട്ട് നിൽക്കുമ്പോൾ ആ ചെറുക്കന് പുറത്തു പോകാൻ പറ്റുമോ? അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് വയ്ക്കും. മറ്റേത് കൊച്ചാണ്, ഇളയ കൊച്ച് ചെറുത് കൂട്ടൻ, അത് ചെറിയ കുട്ടിയായതുകൊണ്ട് അവർ പ്രശ്നമില്ല. പക്ഷേ ഈ ചെറുക്കൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് രേണുവിനെ കുറിച്ച് ആവശ്യമില്ലാതെ ഓരോ സോഷ്യൽ മീഡിയ രേണു വരുത്താത്തതുമായ കാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ചെറുക്കൻ ഇതൊരു കൊച്ചു പയ്യനാണല്ലോ ഈ കിച്ചു എന്ന് പറയുന്നത്, അധികം പ്രായമൊന്നുമായിട്ടില്ല. അപ്പോൾ ഈ കൊച്ചിൻ്റെ മനസ്സിലേക്ക് ഇതുമ്പോൾ ഈ കൊച്ചിനാണെങ്കിലും തോന്നും. പിന്നെ അത് തന്നെയല്ല നമുക്കും തോന്നിയിട്ടുണ്ട് രേണു ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ല. അത് തന്നെയാണ് കിച്ചുവിനും തോന്നിയത്. അവനൊരു ആൺകുട്ടിയാണ്. അവന് പലപ്പോഴും പലരോടും അവന് ഇതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതെന്ന് വെച്ചാൽ അവനോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ അവൻ ആൻസർ കൊടുത്താൽ പറ്റുള്ളൂ. അതിൽ നിന്നൊക്കെ അവൻ ഒഴിഞ്ഞു മാറുകയും ഇപ്പോൾ അവർ തമ്മിൽ തെറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടുതലും രേണുവിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കിച്ചു തെറ്റാൻ കാരണം രേണുവിൻ്റെ ഭാഗത്ത് തന്നെയുള്ള ഇതാണ്. പിന്നെ രേണു ബിഗ് ബോസിൽ പോയതിന് ശേഷം വന്ന ശേഷം അന്ന് പോയ സമയത്തുള്ള രേണു അല്ല ഇപ്പോൾ. അവരുടെ ക്യാരക്ടർ മാറി, അവരുടെ ഫേസ് മാറി, ലുക്ക് മാറി, അവരുടെ വസ്ത്രധാരണങ്ങൾ മാറി, അതുപോലെ കാറായി. അതൊക്കെ നല്ല കാര്യമാണ്. അവർക്ക് കാറും ഇതൊക്കെ നല്ല കാര്യമാണ്. മറ്റുള്ളവരെ ആശ്രയിക്കാൻ അവർക്ക് ജീവിക്കാമല്ലോ. പക്ഷേ അഹങ്കാരം കൂടെ തലയ്ക്ക് കയറിയിട്ടുണ്ട്. അതിൽ പറയാതിരിക്കാൻ പറ്റില്ല. അഹങ്കാരം നല്ല രീതിക്ക് രേണുവിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു, ബൈ ബൈ.